ആ ഭാഗത്തേക്കേ പോവില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ചാപ്റ്ററോ ഉണ്ടോ? ഉണ്ട്. മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി ഡെവലപ്മെന്റിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം യൂസ്ഫുൾ ആവാൻ പോകുന്ന ടൈമാണ് ഈ 6 മണിക്കൂർ. വളരെ ചെറുപ്പം മുതലേ ഈ IIT എന്ന് സ്വപ്നം കാണുന്നവരാണ് നമ്മൾ കേരളത്തിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ അപേക്ഷിച്ച്. ഹായ് സിദ്ധാർത്ഥ്, എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? അഡ്വാൻസ് ക്ലിയർ ചെയ്തു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ ബ്രാഞ്ചസ് ഏത് വേണം എന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നെ ബ്രാഞ്ചസിൻ്റെ വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള റാങ്കും പിന്നെ ഓരോ ബ്രാഞ്ചിലും എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതിൻ്റെ സിലബസ് എന്താണ്, അതിലെനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ. ടു ബി ഓണസ്റ്റ്, എനിക്ക് കെമിക്കലിനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷെ ഒരു ബ്രാഞ്ചിനോടും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻക്ലിനേഷനോ എന്നാ ഒരു റെഫ്യൂസലോ ഇല്ല. കെമിക്കലിനോടാണ് കൂടുതൽ താല്പര്യം. റൂർക്കിയിലോ ഖരഗ്പൂരിലോ കാൺപൂരിലോ മദ്രാസിലോ കെമിക്കൽ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഓക്കെ, എപ്പോഴാണ് സിദ്ധാർത്ഥ് ഒരു IIT എന്നുള്ള ഡ്രീമിലേക്ക് എത്തിയിട്ടുള്ളത്? ഞാൻ IIT എന്നുള്ളൊരു സ്വപ്നം കാണാൻ തുടങ്ങിയത് 7th സ്റ്റാൻഡേർഡിൽ വെച്ചാണ്. ഓക്കെ, എൻ്റെ കൂട്ടുകാർ പറഞ്ഞും പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒപ്പീനിയൻസ് വെച്ചിട്ടും. ആ സമയത്ത് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 8th-ലാണ്. 8th സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ. ഓക്കെ, ദെൻ ഈ ഒരു ജേണി നമുക്കറിയാം. ഇപ്പം 8th സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ജേണി, പ്രിപ്പറേഷൻ്റെ ജേണി? ഈ ജേണി വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. കുറേ സന്ദർഭങ്ങളിൽ നമ്മൾ തോറ്റുപോയെന്ന് തോന്നും. മറ്റും വീഴാണ്ട് പിടിച്ചു കയറും, അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കും. അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയ ഒരു ജേണി ആയിരുന്നു. ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് മിക്ക സമയങ്ങളും എപ്പോഴും ഉണ്ടാകുന്നതാണ്, ഏതൊരു ആസ്പിറൻസിനെ സംബന്ധിച്ചും മിസ്റ്റേക്കുകൾ പറ്റാം. ഇപ്പം IIT ക്രാക്ക് ചെയ്തു. ഇപ്പോൾ സിദ്ധാർത്ഥന് നമ്മൾ ഈ പ്രിപ്പറേഷൻ ജേണിയിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഞാൻ റെക്ടിഫൈ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററും ഡിവോട്ട് ചെയ്തിരുന്നത് എൻ്റെ പ്രിപ്പറേഷനിലെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ കുറവായിരുന്നു. അവസാനം, അതായത് 12th പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു പ്രോപ്പർലി ടാർഗറ്റ് വെച്ചിരുന്ന ബുക്സ് കംപ്ലീറ്റ് ചെയ്യാനും അതൊക്കെ ചെയ്തു തുടങ്ങിയത്. 11th അതെനിക്ക് പറ്റില്ലായിരുന്നു. അത് ആദ്യം മുതലേ ഞാൻ അതിന് ഫോക്കസ് ചെയ്ത് ബുക്സ് ഞാൻ ടാർഗറ്റ് ചെയ്തിരുന്ന ബുക്സ് ഫുള്ളി 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കൊരു ഫണ്ടമെന്റൽ ക്ലാരിറ്റി കുറച്ചും കൂടി നന്നായിട്ട് കിട്ടിയാണ്. എന്ന് വെച്ചാൽ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണല്ലോ പിന്നെ അതിനുശേഷം വരുന്ന ചാപ്റ്റേഴ്സ്. സോ ആദ്യം തന്നെ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ ബുക്സും കംപ്ലീറ്റ് ചെയ്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കോംപ്രമൈസ്ഡ് ആവാണ്ട് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ ബേസിസ് സ്ട്രോങ് ആയാനെ എനിക്ക് ഭാവിയിൽ, അതായത് 12th തുടങ്ങുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അത് ഞാൻ റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായെന്ന് തോന്നുന്നൊരു കാര്യമാണ്. ഓക്കെ, ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ച് ആ ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യമേ അവോയ്ഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം ചോദിക്കാം. ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇനി ഞാൻ പഠിക്കില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇനി ഒരു അവസരം വന്നാൽ ഞാൻ ആ ഭാഗത്തേക്കേ പോവില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ചാപ്റ്ററോ ഉണ്ടോ? ഉണ്ട്. മാത്സിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് അങ്ങനെ ഒരു ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോവില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇനി വന്നാലും ഞാൻ പഠിക്കും, എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് തോന്നിയിട്ടുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അതിലെ റൊട്ടേഷണൽ മെക്കാനിക്സ്, പിന്നെ അതിനാസ്പദമായിട്ടുള്ള ചാപ്റ്റേഴ്സ്, അങ്ങനെ മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. യെസ്, ഓക്കെ. അപ്പം മറ്റൊരു കാര്യം, ഇപ്പം സിദ്ധാർത്ഥിനെ NTA ഹെഡാക്കി, അല്ലെങ്കിൽ NTA എന്ന് പറയുന്നത് സിദ്ധാർത്ഥാണെന്ന് കരുതുക. JEE അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് എക്സാമിൽ എന്ത് മാറ്റമാണ് വരുത്താനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിനെ കാണുന്നത്? JEE മെയിൻസിൽ എനിക്ക് ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ന്യൂമറിക്കൽസിനായിരിക്കും. എന്ന് വെച്ചാൽ ന്യൂമറിക്കൽസിന് ഒരുപാട് റൗണ്ട് ഓഫ് ചെയ്ത് ആൻസർ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത്ര ന്യൂമറിക്കൽസിന് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പല സ്റ്റുഡൻസിനും ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷെ അവർ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ തെറ്റിക്കുന്നു. സോ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ട വരാതെ, ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പ്രഷനിൽ ആൻസർ വിട്ടാലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന രീതിയിലോ, എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയാൽ ആൻസർ മാർക്ക് ചെയ്യാവുന്ന രീതിയിലോ
അങ്ങനെ ആക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. ന്യൂമറിക്കൽസിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്ത് ആൻസർ എഴുതുന്നതിനോട് എനിക്ക് അത്രയും യോജിപ്പില്ല. ഓക്കെ, ആ ഒരു മാറ്റം ഞാൻ എന്തായാലും വരുത്തണം. എനിക്കിടെ ഹെഡ് ആണെങ്കിലും വരുത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ജെയ് മെയിൻ ക്രാക്ക് ചെയ്തു, അഡ്വാൻസ് ക്രാക്ക് ചെയ്തു, പ്രിപ്പറേഷൻ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? തുടക്കം 11th എനിക്ക് 11th ഞാൻ എൻ്റെ സ്റ്റഡി അവേഴ്സ് ഫിക്സ്ഡ് ആയിരുന്നു. ഒരു വീട്ടിൽ 5:30 എത്തിക്കഴിഞ്ഞാൽ ഒരു 5:30 തൊട്ട് 6 മണി വരെ റെസ്റ്റ് എടുക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 6 to 12 അല്ലെങ്കിൽ 6 to 11 പഠിക്കും. ആ ഒരു സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റുകളോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. സ്റ്റഡീസ്, അതായത് ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ബുക്സ് സോൾവ് ചെയ്യും. പിന്നെ സർ ഹോംവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണ്. 12th എത്തിയപ്പോൾ 11th പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, എല്ലാ സാറ്റർഡേയും നടക്കുന്നത്. അത് ഒരെണ്ണം പോലും മിസ് ചെയ്യാണ്ട് ഞാൻ എഴുതുമായിരുന്നു. അതെനിക്ക് വളരെയധികം ഗുണമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അങ്ങനെ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് പഴയ പോർഷൻസ് വിട്ടുപോകാത്ത ഒരു സിറ്റുവേഷൻ ആയി. എന്ന് വെച്ചാൽ പണ്ട് ഞാൻ പഠിച്ചത് 11th പഠിച്ചതൊന്നും ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും മോക്ക് ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റ് അനലൈസ് ചെയ്യും. സാറ്റർഡേ ആണ് എഴുതുന്നതെങ്കിൽ സാറ്റർഡേ ഈവനിങ് ഞാനത് അനലൈസ് ചെയ്യും, സൺഡേ വേറെ എന്തെങ്കിലും പഠിക്കും. സോ ആ ഒരു സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്തത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ അത് കാരണം 11th പഠിച്ചതൊന്നും മറന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിലൊരു സ്ട്രാറ്റജിയാണ് സിദ്ധാർത്ഥ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇനി വരുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ അവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം എന്നുള്ളത് കൊണ്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലും എക്സാം ഹോളിൽ നമ്മളെ പെർഫോമൻസ് ആണ് റിസൾട്ടായിട്ട് മാറുന്നത് നമുക്കറിയാം. എക്സാം ഹോളിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ടിനെ സ്വാധീനിക്കും. സിദ്ധാർത്ഥനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് എക്സാം ഹോളിൽ ഉണ്ടായിരുന്നോ? അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുള്ളത്? സോ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് കയറിയാൽ മതി. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം യൂസ്ഫുൾ ആവാൻ പോകുന്ന ടൈമാണ് ഈ 6 മണിക്കൂർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതുവരെ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടാവാം, എല്ലാവരുടെ പ്രിപ്പറേഷൻസിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടാവാം. പക്ഷേ അതിന് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി എന്ത് വന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതുമാത്രമല്ല, നമ്മൾ പെട്ടെന്ന് എക്സാം കണ്ടിട്ട് അത് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ഷോക്ക്ഡ് ആയെങ്കിൽ അതെല്ലാവർക്കും ഡിഫിക്കൽട്ടായിരിക്കും. അത് ഈസി ആണെങ്കിലും അതെല്ലാവർക്കും ഈസി തന്നെ ആയിരിക്കുള്ളൂ. സോ അങ്ങനെ ഓർത്ത് നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ അത് നമ്മുടെ പെർഫോമൻസിന് അഫക്റ്റഡ് ആവും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. കാരണം എക്സാമിന് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫാണ്, ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസിയാണ്. ഓക്കെ, എക്സാം ഹോളിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? കാരണം ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഇന്ന സബ്ജക്റ്റിന് ഇത്ര ടൈം, ഇന്ന സബ്ജക്റ്റിന് ഇത്ര ടൈം എന്ന രീതിയിൽ എന്തെങ്കിലും സ്ട്രാറ്റജി കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത് കെമിസ്ട്രി ആയിരിക്കും. അഡ്വാൻസിൻ്റെ കാര്യമാണ് കേട്ടോ. അഡ്വാൻസിന് ആദ്യം 1/2 മണിക്കൂർ കെമിസ്ട്രിക്ക് ഡിവോട്ട് ചെയ്യും. പിന്നെ 1 മണിക്കൂർ മാത്സിന്, 1 മണിക്കൂർ ഫിസിക്സിന്. പിന്നെ ബാക്കിയുള്ള 30 മിനിറ്റ് ഞാൻ മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വന്ന് അതൊന്നും കൂടി റീസോൾവ് ചെയ്യാൻ നോക്കും. എന്നിട്ടും ടൈം ഉണ്ടെങ്കിൽ ഞാൻ ചില വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് റീചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. നല്ലൊരു ബെറ്റർ സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ടൈം ഡിവൈഡ് ചെയ്തിട്ടാണ് സിദ്ധാർത്ഥ് എക്സാമിനെ മുന്നോട്ട് നോക്കിയിട്ടുള്ളത്. ഒരു ആസ്പിരിനെ സംബന്ധിച്ച് എക്സാം ഹോളിലെ സ്ട്രാറ്റജി എങ്ങനെയാണ് അയാൾ മനസ്സിലാക്കുക? കാരണം പെട്ടെന്ന് ഒറ്റ ദിവസത്തെ എക്സാം എഴുതിക്കൊണ്ട് അയാൾക്ക് ആ സ്ട്രാറ്റജി മനസ്സിലാക്കണമെന്നില്ല. എങ്ങനെയായിരിക്കണം ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത്? സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെമിസ്ട്രി ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രിയാണ് എപ്പോഴും ഒരു മെയിൻസ് ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണെങ്കിലും ഏറ്റവും സ്കോറിങ് സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരിക്കും. സോ ½ an hourനുള്ളിൽ കെമിസ്ട്രി നമുക്ക് ഫുള്ളി സ്കോർ ചെയ്യാൻ പറ്റിയ അതൊരു കോൺഫിഡൻസ് ലെവലാണ്. പലരും കേട്ടിട്ടുള്ളൊരു അറിവാണത്. അഡ്വാൻസ് എന്ന് പറയുന്നത് കൂടുതലും ഇറ്റ് ഈസ് മോർ ലൈക്ക് എ ഗെയിം ഓഫ് കോൺഫിഡൻസ്. നമ്മൾ എക്സാമിൻ്റെ ത്രൂ ഔട്ട് ഒരു സ്റ്റേജിലും അയ്യോ ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് വിട്ടുപോയല്ലോ എന്നൊരു തോട്ട് നമുക്ക് എക്സാമിൻ്റെ എവിടെ ഉണ്ടാവരുത്. കിട്ടുന്ന സമയം മുഴുവൻ ഈസി ആൻഡ് ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ തീർക്കാനാണ് നോക്കേണ്ടത്. സോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് കാൽക്കുലേറ്റീവ് ആവാനുള്ള സാധ്യത കുറവാണ്. സോ ½ an hourനുള്ളിൽ കെമിസ്ട്രി ഫിനിഷ് ചെയ്യാം. പിന്നെ നമ്മുടെ മനസ്സൊന്ന് കുറച്ചും കൂടി എനർജൈസ്ഡ് ആയി റിജുവിനേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി കാൽക്കുലേഷൻസ് ആവശ്യപ്പെടുന്നതായ മാത്സിലേക്കും ഫിസിക്സിലേക്കും കടക്കാം. ഫിസിക്സ് ആയിരുന്നു എൻ്റെ സ്ട്രോങ് ഹോൾഡ് സബ്ജക്റ്റ് എന്ന് പറയാവുന്നത്. സോ നെക്സ്റ്റ് 1 hour ഞാൻ ഫിസിക്സിനെ ഡിവോട്ട് ചെയ്യും.
ഫിസിക്സിനെ ഡിവോട്ട് ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ സിംഗിൾ കറക്റ്റ് ആദ്യം ചെയ്യും, പിന്നെ ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യും, അവസാനമാണ് മൾട്ടിപ്പിളിലേക്ക് വരുന്നത്. കാരണം മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻസിനാണ് ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഉള്ളത്. അതായത് 4 മാർക്ക് കറക്റ്റ് ആയാൽ കിട്ടും, 2 മാർക്ക് തെറ്റിയാൽ പോകും. സോ അത് ഏറ്റവും റിസ്കി ആയതുകൊണ്ട് ഏറ്റവും സ്ട്രെസ്ഡ് ആവുന്നത് ഒരു സ്റ്റുഡന്റ് മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും. സോ അത് ഏറ്റവും അവസാനത്തേക്ക് വെക്കും. സോ അതിനുശേഷം ഞാൻ മാത്സിലേക്ക് കടക്കും. മാത്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എനിക്ക് ഡിഫിക്കൽട്ട് ആയ ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സിനെയും കെമിസ്ട്രീനെയും അപേക്ഷിച്ച്. സോ അത് അവസാനത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. കാരണം അതെങ്ങാനും എനിക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്നൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് കണ്ടെയ്ൻമെന്റ് എപ്പോഴും ഉണ്ടാവും. അത് എൻ്റെ ആ ഒരു സമയത്തെ കോൺഫിഡൻസ് അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ് സ്റ്റേബിൾ ആക്കി വെച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മാത്സ് അറ്റംപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാലും എനിക്കൊരു ഹാഫ് ആൻ അവർ ടൈം ഉണ്ടാവുമല്ലോ എന്നുള്ളത് ഒരു കോൺഫിഡൻസിന് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഹാഫ് ആൻ അവർ ഞാൻ തിരിച്ചു പോയി ഞാൻ മിസ് ഔട്ട് ചെയ്ത കെമിസ്ട്രിയിലോ ഫിസിക്സിലോ മാത്സിലോ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ട്രൈ ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രാറ്റജിയാണ് സിദ്ധാർത്ഥ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ മോക്ക് ടെസ്റ്റുകളെ സംബന്ധിച്ച് മോക്ക് ടെസ്റ്റുകൾ മാർക്കിന് വേണ്ടി മാത്രമായിട്ട് സിദ്ധാർത്ഥന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അത് നമ്മുടെ പ്രിപ്പറേഷനെയും അല്ലെങ്കിൽ നമ്മുടെ പെർഫോമിനെയും സ്വാധീനിക്കുന്നത്? മോക്ക് ടെസ്റ്റ് മാർക്കുകൾക്ക് മാത്രമല്ല, മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി ഡെവലപ്മെന്റിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാവുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും ഞാനൊരു സ്റ്റിക്കി പാഡ് അടുത്തെടുത്ത് വെക്കുന്നുണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എനിക്ക് മനസ്സിലാവും ഈ ചാപ്റ്ററിലെ ഇന്ന ടോപ്പിക്ക് എനിക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കി വിട്ടാലോ നന്നായിരിക്കുമെന്ന് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടാവും മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ. അപ്പോൾ ആ ടെസ്റ്റിന്റെ ഇടയിൽ തന്നെ ഞാനൊരു പേനയെടുത്ത് ആ ടോപ്പിക്ക് സൈഡിൽ ആ സ്റ്റിക്കി പാഡിൽ എഴുതി വെക്കും. അങ്ങനെ എക്സാം കഴിഞ്ഞ് പേപ്പർ അനലൈസ് ചെയ്തതിന് ശേഷം ഈ ടോപ്പിക്സ് ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്യും. സോ അങ്ങനെ ഞാനൊരു ഡെയിലി, ഫോർ എക്സാമ്പിൾ മെയിൻസിന്റെ സമയത്താണെങ്കിൽ ഡെയിലി 2 മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യുമായിരുന്നു. ആ 2 മോക്ക് ടെസ്റ്റിലും ഓൺ ആവറേജ് എൻ്റെ സ്റ്റിക്കി പാഡിൽ അങ്ങനെ 4-5 ടോപ്പിക്സ് ഉണ്ടാവും, മോസ്റ്റ്ലി ഫ്രം കെമിസ്ട്രി. കാരണം കെമിസ്ട്രിയാണ് വേഗം മറന്നു പോകാൻ ചാൻസ്. സോ അങ്ങനെ ഡെയിലി ഒരു 3 months 4 months അല്ലെങ്കിൽ 5 months ഗ്യാപ്പിൽ അഡ്വാൻസിനും മെയിൻസിനും പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ഓരോ ടോപ്പിക്ക്, നമ്മുടെ ഓരോ വീക്ക് ടോപ്പിക്സ് കറക്റ്റായി ചൂസ് ചെയ്ത് സ്പെസിഫിക് ആയി കറക്റ്റ് ചെയ്ത് പോയാൽ അറ്റ് ദി എൻഡ് നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഈ ഒരു സ്ട്രാറ്റജി തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു മോക്ക് ടെസ്റ്റിന്റെ സമയത്ത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ച് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞു. ടൈം മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. കാരണം നമുക്ക് ഈ പറഞ്ഞ ഒരു 3 hours ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഈ മോക്ക് ടെസ്റ്റ് എത്രത്തോളം ആസ്പിരൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും ശരിക്കും? ഈ പറഞ്ഞ ജെയ് മെയിൻ അല്ലെങ്കിൽ അഡ്വാൻസ് ആണെങ്കിലും എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും? പരമാവധി മോക്ക് ടെസ്റ്റുകൾ എഴുതണ്ടേ അവർ? തീർച്ചയായിട്ടും എഴുതണം. പ്രിപ്പറേഷന്റെ ലാസ്റ്റ് 2 months 3 months പഠിത്തത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് മോക്ക് ടെസ്റ്റുകളാണ്. കാരണം മോക്ക് ടെസ്റ്റിലൂടെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് പോലുള്ള സ്കിൽസ് പഠിക്കുന്നത്. ഒരു എക്സാം എഴുതി പോയിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് അറ്റംപ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മിസ് ഔട്ട് ആയി പോവാന്ന് പറയുന്നത് ഏതൊരു എക്സാമിനുടെയും ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നാണ്. സോ വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ ഈ മോക്ക് ടെസ്റ്റുകളിലൂടെ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇപ്പം നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നിരവധി ട്രെൻഡ് കോഴ്സുകളുണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു IIT-കാരന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് സിദ്ധാർത്ഥന് തോന്നിയിട്ടുള്ളത്? ഒരു IIT-കാരന് എന്നും ഒരു പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ, ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഒരു IIT-കാരൻ എപ്പോഴും ഒരു നല്ല പ്രോബ്ലം സോൾവർ ആയിരിക്കും. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരാൾ IIT-യിലേക്ക് പ്രവേശിക്കുന്നത്. സോ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി പല ജോബ്സിലും വളരെ അത്യാവശ്യമാണ്. സോ ആ ക്വാളിറ്റി അത്രയും ഡെവലപ്ഡ് ആയി ഉള്ള ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു വർക്കർ എപ്പോഴും അതിൻ്റെതായ ഒരു എന്താ പറയാ ഡിമാൻഡ് ഉണ്ടാവും. അതിനൊരു വേറൊരു വാല്യൂ തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് IIT-കാരനെ അല്ലെങ്കിൽ IIT-നെ മറ്റ് ഇതിനെയും നിന്ന് വ്യത്യസ്തപ്പെടുത്തി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലേ? അതെ. പിന്നെ IIT-യിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന കോണ്ടാക്ട്സും അവിടെ പരിചയപ്പെടുന്ന പുതിയ പുതിയ ഫ്രണ്ട്സും അതൊരു അവിടെയുള്ള അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വളരെ
ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ വലിയ എന്തോ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ ഇടപെടുന്നതും പെരുമാറുന്നതും ഒക്കെ. സോ ആ ഒരു എക്സ്പോഷർ വളരെ വളരെ ക്രൂഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി വരുന്ന ആസ്പിരൻസിനോട്, അത് ജെയ് മെയിൻ ആയിരിക്കോട്ടെ അല്ലെങ്കിൽ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവരോട് സിദ്ധാർത്ഥിന് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നൊരു പ്രാക്ടീസാണ്. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അതിനെ വളരെ ക്രൂഷ്യലായിട്ട് അനലൈസ് ചെയ്യുക. ഒരു അനാലിസിസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഒരു പ്രാക്ടീസ് അത്രയും ജുഡീഷ്യസ് ആയിട്ട് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതിന് ലാസ്റ്റ് മൊമെന്റ് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഓരോ ടെസ്റ്റിലും നമ്മൾ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ സോൾവ് ചെയ്ത് എവിടെയാണ് നമുക്ക് തെറ്റിയത്, ഫോർ എക്സാമ്പിൾ കാൽക്കുലേഷൻ എറർ ആണെങ്കിൽ കാൽക്കുലേഷൻ എറർ എന്നോ, അങ്ങനെ ഓരോ ടെസ്റ്റിലെ ഓരോ ക്വസ്റ്റ്യനും എഴുതി വെക്കുക ഒരു ബുക്കിൽ. എന്നിട്ട് എക്സാമിന് പോകുന്നതിന് ഒരു 2-3 days ബിഫോർ ആ ബുക്ക് ഇരുന്ന് വായിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ മിസ്റ്റേക്സും നമുക്കൊന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇനി ഈ മിസ്റ്റേക്സ് ഞാൻ ആവർത്തിക്കില്ല എന്നുള്ളൊരു ഉള്ളിലൊരു ചിന്ത, അത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം എഴുതുമ്പോൾ, എല്ലാ ടെസ്റ്റ് എഴുതുമ്പോൾ. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ആണെങ്കിലോ, ചെറിയ ഫേസ് എക്സാംസ് ആണെങ്കിലും, ജെയ് മെയിൻസ് ആണെങ്കിലും, അഡ്വാൻസ്ഡ് ആണെങ്കിലും, ബിറ്റ്സ് ആണെങ്കിലും, ബിറ്റ്സാറ്റ് ആണെങ്കിലും, എല്ലാത്തിലും ഞാൻ ഈ പ്രാക്ടീസ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും സിദ്ധാർത്ഥിൻ്റെ ഫ്യൂച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥ് വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു.